കഴിഞ്ഞ ദിവസം നടന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് രണ്ട് കാര്യങ്ങളാണ് സതീശൻ പ്രധാനമായും പറയുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ ഞങ്ങളുടെ ഭാഗമല്ല എന്ന്. അതായത് ലൈംഗികാരോപണ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം എം.എൽ.എ. കോൺഗ്രസിന്റെ ഭാഗമല്ല എന്നാണ് സതീശൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി പ്രാധാന്യമുള്ളതാണ്. രാഹുലിന് എതിരായ നടപടി നേതൃത്വത്തിന്റെ ബോധ്യത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന്. ഈ രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചാൽ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്ത നടപടി അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ബോധ്യത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്നാണ് വി.ഡി. സതീശൻ പരസ്യമായി സൂചിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തുറന്നു പറയുന്നതിന് പകരമായിട്ടാണ് സതീശൻ ഇക്കാര്യം പറഞ്ഞത്. അപ്പോൾ ഉറപ്പാണേ, രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണെന്ന് കോൺഗ്രസും സമ്മതിക്കുന്നുണ്ട്. മാങ്കൂട്ടത്തെ ഇനി തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മുന്നിൽ ഒരു ആരോപണം വന്നു എന്ന് സതീശൻ പറയുന്നുണ്ട്. ആ സമയത്ത് അയാൾക്കെതിരെ ഔദ്യോഗികമായി ഒരു പരാതിയും വന്നിരുന്നില്ല. ഞങ്ങൾ കൂടി ആലോചിച്ചാണ് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവയ്പ്പിച്ചത്. അപ്പോൾ സംശയം ഇതാണ്, പരാതി ഒന്നും വരാത്ത സാഹചര്യത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പില്ലെങ്കിൽ പിന്നെ എന്തിനാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുള്ളിക്കാരനെ പുറത്താക്കിയത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? വളരെ ബുദ്ധിമുട്ടി കടന്നു വരാനുള്ള ഒരു മേഖലയാണ് യൂത്ത് കോൺഗ്രസ് സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനമൊക്കെ. ഒന്നോ രണ്ടോ പേർ പരാതി ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ബുദ്ധിമുട്ടി എത്തിയ ഒരു സ്ഥാനത്തു നിന്നൊക്കെ മാങ്കൂട്ടത്തെ പോലെ പാർട്ടിക്ക് അനിവാര്യനായ ഒരു വ്യക്തിയൊക്കെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്നു കൈയല്ലേ? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണേ, രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നേതൃത്വത്തിന് ബോധ്യമുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി അവർ എടുക്കാൻ ഒരിക്കലും മുതിരില്ല. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോൺഗ്രസിലുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർക്കുണ്ട്, ചിലർക്കില്ല. അതാണ് അവസ്ഥ. ശരിയാണ്. പാർട്ടി ഒരു മാതൃകാപരമായ തീരുമാനമെടുത്തു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി. CLPയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഈ നിയമസഭാ സമ്മേളനത്തിൽ പാർട്ടിക്ക് അദ്ദേഹവുമായി ഔദ്യോഗിക ബന്ധമൊന്നുമില്ല. ശരിയാണ്, അവിടം വരെയും ശരിയാണ്. എന്നാൽ അതിനുശേഷം UDFന്റെ കൺവീനറായ അടൂർ പ്രകാശ് വന്ന് ആ ശബ്ദമൊക്കെ AI വെച്ചുണ്ടാക്കാൻ പറ്റുന്ന കാലത്താണ് എന്ന തരത്തിലുള്ള ഒരു ആനുകൂല്യം കൊടുക്കുന്നത് എന്തിനാണ്? ഈ നിമിഷം വരെ റിപ്പോർട്ടർ ചാനലടക്കം പുറത്തുവിട്ട ആ ശബ്ദരേഖയെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരഭിപ്രായമില്ലല്ലോ, പാർട്ടിക്കെതിരെ അഭിപ്രായമില്ലല്ലോ. ഈ പറയുന്ന അടൂർ പ്രകാശിനെ ഒഴിച്ചു നിർത്തിയാൽ എന്നിട്ടും ശക്തമായ തീരുമാനമെടുത്ത പ്രതിപക്ഷ നേതാവ് ഈ വി.ഡി. സതീശനെ 25ഓളം പെയ്ഡ് ഫേക്കായിരിക്കുന്ന ഐഡികളിൽ നിന്ന് തെറി പറഞ്ഞുകൊണ്ട് അതിക്രൂരമാം വിധം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല യൂട്യൂബ് ചാനലുകളും അയാൾക്ക് ഇരട്ടപ്പേര് കൊടുത്തുകൊണ്ട്, പ്രതിപക്ഷ നേതാവിന് ഇരട്ടപ്പേര് കൊടുത്തുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. അതിനൊക്കെ പിന്നിൽ കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട് എന്നുള്ളതാണ് അണിയറ സംസാരം. അതിൽ പല നേതാക്കളും യുവ നേതാക്കളുടെ അടക്കം സ്വാധീനമുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ വലിയ അമർഷവും വിമർശനവും ഒക്കെ പ്രതിപക്ഷ നേതാവിനുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്നത് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യത്തിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല, പക്ഷേ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ രണ്ടു തട്ടായി നിൽക്കുകയാണെന്നൊരു പ്രതീതി ജനിപ്പിക്കുന്നുണ്ടോ? ഇവിടെ എന്തുകൊണ്ടാണ് ആർജവത്തോടുകൂടി പറയാൻ പറ്റുന്നത്? അടഞ്ഞ അധ്യായമാണ് ഇത്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പക്ഷേ ആ ഉറപ്പൊന്നും KPCC അധ്യക്ഷനോ അടൂർ പ്രകാശിനോ കാണുന്നില്ല. അതാണ് സംശയം. നോക്കൂ ഡോക്ടർ അരുൺകുമാർ, നിങ്ങളുടെ ഈ വീക്ഷണം തികച്ചും തെറ്റാണ്. കാരണം KPCC പ്രസിഡന്റ് ഇന്ന് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാനത് ആവർത്തിക്കുന്നില്ല. അടൂർ പ്രകാശ് അല്ല ഏത് കോൺഗ്രസ് നേതാവാണെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും പാർലമെൻ്ററി പാർട്ടി ലീഡറും KPCC പ്രസിഡന്റും ഒരു തീരുമാനമെടുത്താൽ അതാണ് നടപ്പാവുക. അത് നടപ്പാവുക എന്നുള്ളത് നമ്മൾ എന്തായാലും ഒരാഴ്ചയിൽ 3-4 ദിവസമല്ലോ നമുക്ക് കാത്തിരിക്കാം. പിന്നെ സൈബർ ഇടങ്ങളിലെ സോഷ്യൽ മീഡിയ കാലത്ത് ഇതൊക്കെ സംഭവിക്കുക, അതൊക്കെ അങ്ങനെ തള്ളിക്കളയാനേ നിവൃത്തിയുള്ളൂ. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇത് ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം മാത്രമല്ല, 17 വയസ്സായ ഒരു വിദ്യാർത്ഥിയുടെ നെഞ്ചിൽ അവൻ SFI ആണ് എന്ന ഒറ്റ കാരണം കൊണ്ട് കുത്തി ഇറക്കി കൊലപ്പെടുത്തിയ നിഖിൽ പൈലി എന്ന ക്രിമിനലിന്റെ കാര്യത്തിലും ഈ ഒരു കരുതൽ കോൺഗ്രസിനുണ്ട്. ശ്രീ രജി ലുഗോസ്, KSU ജില്ലാ വൈസ് പ്രസിഡന്റാണ് ഗണേഷ് ആറ്റൂർ. അച്ഛൻ പറഞ്ഞതിൽ തെറ്റിപ്പോയതായിരിക്കാം. 26 വയസ്സുണ്ട് എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു സംശയം നിൽക്കുന്നു. പക്ഷേ KSUവിന്റെ ഭാരവാഹിയാണ്, ജില്ലാ ഭാരവാഹിയാണ്. അങ്ങേക്ക് പ്രതികരിക്കാം. അച്ഛനെ തിരുത്തി ഇതിനെ ന്യായീകരിക്കാൻ സ്മൃതി പാടുപെടുന്നതിൽ എനിക്ക് വളരെ വിഷമം തോന്നുന്നു. അതല്ല വിഷയം. ഞാനൊരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കണം, അതിനുള്ള സമയം എനിക്ക് തരണം. എൻ്റെ ജനാധിപത്യ അവകാശമാണ്. നിഖിൽ പൈലി എന്ന് പറഞ്ഞൊരു കൊലയാളി നിങ്ങൾക്കറിയാമോ?
ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ 21 വയസ്സുകാരനായ ഒരു പാവപ്പെട്ട മാതാപിതാക്കളുടെ ഏക മകനെ ഒറ്റ കുത്തിനു വന്ന നിഖിൽ പൈൽ ഒരു വിദ്യാർത്ഥിയല്ലായിരുന്നു, ക്യാമ്പസിനെത്തി കുത്തിക്കുന്നത്. അയാൾ ഒരു പ്രാദേശിക യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ഇപ്പോൾ അയാൾ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ വേദികളിൽ വിലസിക്കൊണ്ടിരിക്കുകയാണ്, ജാമ്യത്തിലാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പാർട്ടിയുടെ ഭാഗമാണോ? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്തായി, കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി, ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിനൊപ്പം ഇരുത്തരുത് എന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭാ സ്പീക്കർക്ക് കത്ത് നൽകി. ഇത്രയും കാര്യങ്ങളിലേക്ക് എത്തി നിൽക്കെ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലാതെ നിൽക്കുകയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നത്? ലൈംഗികാരോപണങ്ങളിൽ മാധ്യമങ്ങളെ പഴിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മാധ്യമങ്ങളുടെ ലക്ഷ്യം താൻ മാത്രമല്ല, കോൺഗ്രസിന്റെ യുവനിരയെയും സൈബർ പോരാളികളെയും ദുർബലപ്പെടുത്തേണ്ടത് ചിലരുടെ അജണ്ടയാണ്. മുതിർന്ന നേതാക്കൾ തമ്മിൽ തല്ലണമെന്ന് മാധ്യമങ്ങളുടെ ആവശ്യമാണെന്നും വാട്സാപ്പ് സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ കമന്റ്സ് വാട്സാപ്പ് ഗ്രൂപ്പിലാണ് രാഹുലിന്റെ പ്രതികരണം. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, ആദ്യം അറിയേണ്ടത്, കോൺഗ്രസിൽ നിന്ന് പുറത്തായി പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ ഇരിക്കാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടോ? അപ്പോൾ എവിടെ നിന്നാണ് ഇയാളെ പുറത്താക്കിയത്? ഒപ്പം ഈ സന്ദേശം എന്ന് പറയുന്നത് കൃത്യമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ നൽകുന്നത് പോലെയുള്ള ഒരു നിർദ്ദേശമാണല്ലോ. അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് സുജയ ചോദിച്ചത്. കാരണം കോൺഗ്രസിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, അത് നിയമസഭാ സ്പീക്കറെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നപ്പോൾ ഇരുന്നതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നതാണ് ഈ സന്ദേശം വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കമന്റ്സ് വാട്സപ്പ് ഗ്രൂപ്പിലാണ് രാഹുൽ മാങ്കൂട്ടം അല്പസമയം മുമ്പ് ഒരു സന്ദേശം ഇട്ടത്. അല്പസമയം മുമ്പല്ല, വൈകിട്ട് 4:57 ഈ സന്ദേശം ഇട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത്, മാധ്യമങ്ങളുടെ ലക്ഷ്യം ഞാനല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല മാധ്യമങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരടിസ്ഥാനവുമില്ലാതെ ഷാഫി പറമ്പിലിനെയും VT ബൽറാമിനെയും PK ഫിറോസിനെയും T സിദ്ദീഖിനെയും ജബി മേത്തറിനെയും ഒക്കെ പല കാരണങ്ങൾ പറഞ്ഞ് ആക്രമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അവർക്ക് വലിയ ലക്ഷ്യമുണ്ട്. അവർക്കെന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക്, നമുക്ക് വലിയ ലക്ഷ്യമുണ്ട്. ആ പ്രൊപ്പഗാണ്ടയിൽ നിങ്ങൾ ആരും പോയി വീഴരുത്. KCയും, അതായത് KC വേണുഗോപാലും സണ്ണി സാറും KPCC പ്രസിഡന്റും ഒപ്പം VDയും രമേശ് ജിയും KSും അടൂർ പ്രകാശും തൊട്ട് നമ്മുടെ യുവനിരയും സൈബർ പോരാളികളെയും, അതായത് കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പത്തുള്ള KC വേണുഗോപാൽ മുതൽ VD സതീശൻ വരെയുള്ള ആളുകളെ ദുർബലപ്പെടുത്തേണ്ടത് മാധ്യമങ്ങളുടെ ലക്ഷ്യമാണ്. തമ്മിൽ തല്ലുണ്ടാക്കി നമ്മളെ അടുപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. നേതാക്കൾ തൊട്ട് നിങ്ങൾ താഴെ വരെയുള്ളവർ ദുർബലപ്പെട്ടാൽ കോൺഗ്രസ് ദുർബലമാകുമെന്ന് മാധ്യമങ്ങൾക്കറിയാം. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരാൾ ഇത്രയേറെ ഉപദേശിക്കേണ്ട ആവശ്യം എന്താണ്? കാരണം അയാളെ പിന്തുണച്ചുകൊണ്ട് ഈ പറയുന്ന സാറുമാരൊന്നും രംഗത്ത് വരുന്നില്ലല്ലോ. അപ്പോൾ അവർക്കെതിരെ പ്രതിഷേധം ഉയരുമ്പോൾ, ആ സൈബർ ആക്രമണം നടക്കുമ്പോൾ അതിന് പിന്നിലൊന്നും ഞങ്ങളല്ല എന്ന് വരുത്താനായിട്ടുള്ള ഒരു സന്ദേശം കൂടി ഈ സന്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ റഹീസ്? ന്യായമായും അങ്ങനെയും സംശയിക്കാമല്ലോ. സുജി, അങ്ങനെ സംശയിക്കാം. എന്നു മാത്രമല്ല, തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നമ്മൾ പുറത്തുവിട്ട ഇരയുടെ ടെലിഫോൺ സംഭാഷണം അടക്കം ഉണ്ട്. അത് അന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ അത് സമൂഹത്തിനിടയിൽ ചർച്ചയായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ശരിയല്ല, അതൊരു ശരിയായ കാര്യമല്ല. പകരം കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിലെ ആദ്യം ആക്രമിക്കുന്നു, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം അത് VT ബൽറാമിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇന്ന് T സിദ്ദീഖിലേക്ക് വരുന്നു, ജബി മേത്തറിലേക്ക് വരുന്നു, VT ബൽറാമിലേക്ക് വരുന്നു. കാരണം അവർക്കൊക്കെ എതിരെ ഉയർന്ന ആരോപണം പോലെ തന്നെ, അല്ലെങ്കിൽ അവർക്കെതിരെ മാധ്യമങ്ങളിൽ വാർത്ത വന്നതുപോലെ മാത്രമേ എനിക്കെതിരെയും വാർത്ത വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ മാത്രം VT ബൽറാമിനെതിരെ അതൊരു തരത്തിൽ ഡൈല്യൂട്ട് ചെയ്യലാണ്. ആ ഡൈല്യൂട്ട് ചെയ്യലിനെ എങ്ങനെയാണ് നമുക്ക് സമീകരിക്കാൻ സാധിക്കുക? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കമന്റ് വന്നിരിക്കുന്ന ഗ്രൂപ്പ് ഏതാണ് എന്നതാണ് അറിയേണ്ടത്. അങ്ങനെ ഗ്രൂപ്പുകളിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ്? ഒരു അന്വേഷണവുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുകയാണ് ആദ്യം ചെയ്തത്. അത് മണിക്കൂറുകൾക്കുള്ളിൽ ചെയ്തുവെന്ന വലിയ നേട്ടം പറയുമ്പോൾ ഇപ്പോഴും ഒരു ഗ്രൂപ്പിൽ പോയി ഈ നിർദ്ദേശം കൊടുക്കാൻ, കമന്റ് ഇടാൻ, സന്ദേശം അയക്കാൻ പറ്റുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നുണ്ട് എങ്കിൽ ഈ നടപടിയെടുത്ത സാറുമാരൊക്കെ അതിന് മറുപടി പറയേണ്ടതാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ വാർത്തകൾക്കായി പ്രേക്ഷകർ തുടരുക.